ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക. പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് പോകാം. ഫസ്റ്റ് ടിപ്പിനായിട്ട് ഞാൻ കുറച്ച് ഇഞ്ചിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഇഞ്ചിൻ്റെ തോലൊക്കെ കളഞ്ഞെടുക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കൂ. ചെറിയ കുഞ്ഞുങ്ങൾക്ക് വരെ നമുക്കത് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ജോലിയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കത്തിയൊക്കെ വെച്ചിട്ട് തോലളിയുന്ന സമയത്ത് കൈക്കൊക്കെ കൊണ്ടിട്ട് കൈ മുറിയാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനൊന്നും വേണ്ട, ചെറിയൊരു അടപ്പ് മാത്രം മതി കേട്ടോ. ഒരു ബോട്ടിലിൻ്റെ അടപ്പുണ്ടെങ്കിൽ നമുക്കിതാ ഇതേ രീതിയിൽ നല്ല സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞെടുക്കാനായിട്ട് പറ്റും. ചെറിയ കുട്ടികൾക്ക് വരെ നമുക്ക് ഈ ഒരു ജോലി ഏൽപ്പിക്കാവുന്നതുമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിലും നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത്. പ്രത്യേകിച്ച് നേഴ്സിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് എന്നാട്ടത്. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത്. ഇപ്പോൾ ദാ ഈ ഒരു ഇഞ്ചിയെല്ലാം ഞാൻ പെട്ടെന്ന് തന്നെ തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു ഇഞ്ചിൻ്റെ ഈ ഒരു സൈഡ് ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു സൈഡ് ഭാഗത്തെ തോലൊക്കെ നമുക്ക് വേഗത്തിൽ തന്നെ കളഞ്ഞെടുക്കാനായിട്ട് പറ്റും കേട്ടോ, ഈ ഒരു അടപ്പ് വെച്ചിട്ട് ഇതേപോലെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത്. ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പിലോട്ട് പോകാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഇഞ്ചി കുറേ ഏറെയൊക്കെ വാങ്ങിച്ചു വെക്കുന്നവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ സ്റ്റോർ ചെയ്ത് നോക്കൂ. നമുക്ക് കുറേ കാലം അത് ചെയ്യാതെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഒരു കണ്ടെയ്നർ എടുക്കുക. ഈ ഒരു കണ്ടെയ്നറിലോട്ടേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു ഇഞ്ചിയെല്ലാം ഈ ഒരു വെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക കേട്ടോ. ഇതേ രീതിയിൽ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന സമയത്ത് ഒരുപാട് കാലം നമുക്ക് ഇഞ്ചി കേടാവാതെ തന്നെ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഈ ഒരു വെള്ളം ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഒന്നിടവിട്ട ദിവസങ്ങളിൽ വെള്ളം മാറ്റി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ഇഞ്ചി സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് ചീഞ്ഞു പോവാനോ ഇഞ്ചി കേടായി പോവാനോ അങ്ങനെയൊന്നും ചാൻസ് ഇല്ല. അപ്പോൾ എന്തായാലും ഫ്രിഡ്ജിൽ തന്നെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം ഇതിൽ നിന്നും ഇഞ്ചി എടുത്തിട്ട് നമുക്ക് കറിയിലൊക്കെ ഇട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും ചെയ്യും. നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാട്ടത്. ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, ഞാനിപ്പം ടിഫിൻ ബോക്സ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സ്കൂളൊക്കെ തുറന്നുള്ള ഈ ഒരു സമയങ്ങളിൽ എന്തായാലും ഈ ഒരു ടിഫിൻ ബോക്സൊക്കെ കുഞ്ഞുങ്ങളൊക്കെ കൊണ്ടുപോകുമല്ലോ. അപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളുടെ ടിഫിനൊക്കെ അവർക്ക് തുറക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നല്ല ടൈറ്റ് ആയിട്ടുള്ള ടിഫിൻ ബോക്സ് പെട്ടെന്ന് തന്നെ തുറന്നെടുക്കാൻ വേണ്ടിയിട്ടതാ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, നമ്മൾ അടപ്പ് അടയ്ക്കുന്ന ഈ ഒരു ഭാഗത്ത് കുറച്ച് വെളിച്ചെണ്ണ ഇതേപോലെ ഒന്ന് തടവി കൊടുക്കട്ടോ. ഓവറാവാൻ പാടില്ല കേട്ടോ, വളരെ കുറച്ച് മാത്രം മതി. ഈ ഒരു വെളിച്ചെണ്ണ എടുത്തിട്ട് ഈ ഒരു തുമ്പ് ഭാഗത്തൊക്കെ ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് അടച്ച് നോക്കൂ. നമുക്ക് തുറക്കുന്ന സമയത്ത് വേഗത്തിൽ തന്നെ തുറന്ന് കിട്ടാനായിട്ട് പറ്റും. വെളിച്ചെണ്ണ കൂടുതലായി പോയി കഴിഞ്ഞാൽ നമുക്ക് തുറക്കുമ്പം ഒരു വഴുവഴുപ്പൊക്കെ ഉണ്ടാവും. അപ്പം വഴുക്കിയിട്ട് നമുക്ക് തുറക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിനാണ് വളരെ കുറച്ച് മാത്രം തേച്ച് കൊടുക്കാനായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് എത്ര ടൈറ്റ് ആയിട്ടുള്ള ടിഫിൻ ബോക്സും നമുക്ക് വേഗത്തിൽ തന്നെ പെട്ടെന്ന് തുറന്നെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ ഐഡിയ തന്നെയാണ്. അപ്പോൾ നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുത്. ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. പിന്നെ ദാരിയസ് കിച്ചണിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും വേഗത്തിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ടിപ്സുകളാണ്. അപ്പോൾ എന്തായാലും ദാരിയസ് കിച്ചൺ സെർച്ച് ചെയ്തൊന്ന് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പിനായിട്ട് ഞാനൊരു വലിയ ഉള്ളി ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെറിയ സമയത്ത് വലിയ ഉള്ളി കട്ട് ചെയ്യുമ്പം വളരെ തിന്നായിട്ട് നമുക്ക് കട്ട് ചെയ്യേണ്ടി വരും. എന്തെങ്കിലും ഫ്രൈ ഒക്കെ ആക്കണം എന്നുണ്ടെങ്കിൽ വേഗത്തിൽ തന്നെ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് വളരെ തിന്നായിട്ട് കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതാ നമ്മുടെ കയ്യിൽ ഇതേപോലത്തെ പീലർ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് പീൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ തിന്നായിട്ട് നമുക്കിത് ഉള്ളി കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് കേട്ടോ. കണ്ടില്ലേ എത്ര സിമ്പിളായിട്ടാണെന്നോ ഉള്ളി കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കണ്ണിന് നീറലും ഉണ്ടാവില്ല. അതുമാത്രമല്ല നമുക്ക് നല്ല രീതിയിൽ തന്നെ വളരെ തിന്നായിട്ട് നമുക്ക് ഉള്ളി കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും ചെയ്യും. അതുമാത്രമല്ല നമ്മൾ ഉള്ളി ഫ്രൈ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വേഗത്തിൽ തന്നെ വഴന്ന് കിട്ടും ചെയ്യും. അത്രയും തിന്നായിട്ടാണ് നമ്മളിതിവിടെ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വേഗത്തിൽ തന്നെ വഴന്ന് കിട്ടാനും പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിലും നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത്.
ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഞാനൊരു നല്ല കിടിലൻ സൊല്യൂഷനായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതാ ഒരു പാത്രത്തിലോട്ടേക്ക് ഞാൻ കുറച്ച് ഡിഷ് വാഷാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എത്ര പാത്രം കഴുകാനുണ്ടെങ്കിലും നമുക്ക് ഞൊടിയിടയിൽ പെട്ടെന്ന് നല്ല ക്ലീൻ ആക്കിയിട്ട് കഴുകിയെടുക്കാൻ പറ്റില്ല നല്ലൊരു കിടിലൻ ഐഡിയ തന്നെയാണ് കേട്ടത്. അപ്പോൾ ഞാൻ ഈ പാത്രത്തിലോട്ടേക്ക് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ടേക്ക് കുറച്ച് ഉപ്പും കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ ഉപ്പും വിനാഗിരിയും ഡിഷ് വാഷ് ലിക്വിഡും ഒഴിച്ചിട്ട് നല്ലോണം സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എത്രത്തോളം പാത്രമുണ്ടോ അത്രയും പാത്രത്തിൽ നമ്മളിത് ഈ കുറേശ്ശെ ഈ സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ പാത്രത്തിൻ്റെ മുകളിലേക്ക് ഇതേപോലെ കുറേശ്ശെ ഒന്ന് ഒറ്റിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് സ്ക്രബ്ബർ വെച്ചിട്ട് ഇനി ഈ ഒരു ഡിഷ് വാഷിൽ മുക്കുകയോ വേണ്ട കേട്ടോ. ഈ ഒരു പാത്രത്തിൽ ഒറ്റിച്ച് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല പതയായിരിക്കും ഇത് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പാത്രങ്ങളൊക്കെ ഒന്ന് തേച്ചൊരച്ച് കൊടുക്കുക കേട്ടോ. തേച്ചൊരച്ച് കൊടുക്കുക. നമ്മളിതിൽ ഈ ഒരു ഡിഷ് വാഷിൽ ഉപ്പും വിനാഗിരിയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല പതയുണ്ടാവും. അത് മാത്രമല്ല പെട്ടെന്ന് തന്നെ ഇതിൽ എന്തൊരഴുക്കും നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത്ര പഴകിയ അഴുക്കായാലും അതേപോലെ മെഴുക്കും പറ്റി പിടിച്ചതൊക്കെ നമുക്ക് ഞൊടിയിടയിൽ തന്നെ നമുക്ക് ക്ലീനായി കിട്ടാൻ പറ്റും കേട്ടോ. അപ്പോൾ ഉപ്പ് എല്ലാവർക്കും അറിയാലോ, ഉപ്പ് ഒരു നാശിനിയാണെന്ന്. അപ്പോൾ ഈ ഒരു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ വേഗത്തിൽ തന്നെ ഇതിലുള്ള എല്ലാ അഴുക്കും മെഴുക്കും പറ്റി പിടിച്ച കറയും വരെ നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും. ഇനി നമ്മൾ ഇതിലോട്ടേക്ക് ഡിഷ് വാഷ് ഒന്നും വേണ്ട കേട്ടോ. ഈ ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി. ഇത് കണ്ടില്ലേ നല്ല പതയുണ്ട്. പിന്നെ നമ്മുടെ പാത്രത്തിനൊക്കെ നല്ല ക്ലീനായി കിട്ടാനായിട്ട് പറ്റും ചെയ്യും. വെട്ടിത്തിളങ്ങുന്ന പാത്രങ്ങളായി മാറും കേട്ടോ. സ്റ്റീൽ പാത്രം ആയാലും അതേപോലെ കുപ്പിപ്പാത്രങ്ങളായാലും എല്ലാം ഈ ഒരു ലിക്വിഡ് മാത്രം മതി നമുക്ക് ഞൊടിയിടയിൽ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. നല്ലൊരു സ്മെല്ലും ആണ്, പാത്രത്തിന് നല്ലൊരു തിളക്കം കൂടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുത്. ഇപ്പം അതിനെന്ത് ഒന്ന് കഴുകിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ലേ, ഈ ഒരു പാത്രമൊക്കെ കഴുകിയതിന് ശേഷം എത്രത്തോളം ക്ലീനായി കിട്ടി എന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് കിച്ചണിലെ ഈ ഒരു സിങ്കും ഈ ഒരു ഡിഷ് വാഷ് ഈ ഒരു ലിക്വിഡ് മാത്രം മതി നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. നല്ല പതയുണ്ടാവും. കുറച്ചൊന്ന് ഉറ്റിക്കുമ്പോഴേക്കും നല്ലൊരു പതയും ഉണ്ടാവും. അതുമാത്രമല്ല നമുക്ക് പാത്രങ്ങൾക്കൊക്കെ നല്ലൊരു തിളക്കം കിട്ടാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ. സ്റ്റീൽ പാത്രം ആയാലും കുപ്പിപ്പാത്രം ആയാലും എല്ലാ പാത്രവും നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ സൊല്യൂഷൻ തന്നെയാണ്. അപ്പം നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുത്. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം. അടുത്ത ടിപ്പിനായിട്ട് ഞാനൊരു ക്ലോത്ത് ക്ലിപ്പാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ അതിൽ നമ്മൾ അഴയിൽ നിന്ന് പാറിപ്പോവാതിരിക്കാനൊക്കെ കുത്തുന്ന ഈ ഒരു ക്ലോത്ത് ക്ലിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കിടിലൻ ഐഡിയാസ് ഉണ്ട് കേട്ടോ. അത് വെച്ചിട്ട് 2 ഫോർക്കും കൂടെ വേണം കേട്ടോ. അപ്പം എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ക്ലോത്ത് ക്ലിപ്പിൻ്റെ 2 സൈഡിലായിട്ട് ഇതേപോലെ റബ്ബർ ബാൻഡ് 4 റബ്ബർ ബാൻഡ് 2 സൈഡിലായിട്ട് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ഫോർക്ക് ഇതേപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു റബ്ബറിൻ്റെ ഉള്ളിലോട്ടേക്കാക്കിയിട്ട് ഇതേപോലെ ഇട്ടിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ 2 ഫോർക്കും നല്ല രീതിയിൽ തന്നെ ഇവിടെ ടൈറ്റായി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഉപ്പിലൊക്കെ ഇട്ടത് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫോർക്ക് ഉണ്ടാവുമല്ലോ നമ്മുടെ കയ്യിൽ. അപ്പോൾ അതില്ലാത്തവർക്കായിട്ടുള്ള നല്ലൊരു കിടിലൻ ഐഡിയാസ് തന്നെയാട്ടത്. അപ്പോൾ നമ്മൾ ഫ്രൈ പാനിലൊക്കെ എന്തെങ്കിലും പൊരിക്കുന്നൊക്കെ സമയത്ത് വേഗത്തിൽ തന്നെ അത് മറിച്ചിടാനും അതേപോലെ നമ്മൾ എന്തെങ്കിലും സുർക്കയിലൊക്കെ ഇട്ടത് എടുക്കുന്ന സമയത്ത് വേഗത്തിൽ തന്നെ എടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊന്നാണിത്. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കുക. അതേസമയം തന്നെ നമ്മൾ ചിക്കനൊക്കെ പൊരിക്കുന്ന സമയത്ത് ഫ്രൈ പാനിൽ നിന്ന് പെട്ടെന്ന് എടുക്കാനും ഒക്കെ ഈ ഒരു ക്ലിപ്പ് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നും കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലിപ്പിൻ്റെ ഭാഗത്ത് ഇതേപോലെ ഒന്ന് പിടിച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. വേഗം നമുക്കിത് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളും എന്തായാലും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുത്. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ കയ്യിലൊക്കെ ഈ ഒരു റിങ് ഉണ്ടാവുമല്ലോ അല്ലേ. നമ്മൾ അടുപ്പിൽ നിന്നും എന്തെങ്കിലും ഇറക്കി വെക്കാൻ ഉപയോഗിക്കുന്ന ഈ ഒരു റിങ് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് ചതയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മുടെ കട്ടിംഗ് ബോർഡിലെ സൈഡിൽ ഇതേപോലെ ഈ ഒരു റിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ടേക്കാക്കിയിട്ട് ഇതേപോലെ
ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ഇടികല്ല് വെച്ചിട്ട് നല്ലോണം ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഇവിടേക്ക് ഇത് തെറിച്ച് പോവില്ല, ഇതിൻ്റെ ഉള്ളിൽ തന്നെ നല്ല രീതിയിൽ നമുക്കത് ചതച്ചെടുക്കാനായിട്ട് പറ്റും ചെയ്യും. നമ്മൾ പെട്ടെന്ന് തന്നെ ചതയ്ക്കുന്ന ആ ഒരു ഇടികല്ലൊക്കെ കഴുകിയെടുക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് വേഗത്തിലൊരു കറി ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് പെട്ടെന്ന് ചതയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒരിക്കലും തെറിച്ച് പോവില്ല. നല്ല രീതിയിൽ ഈ ഒരു റിങ്ങിൻ്റെ ഉള്ളിൽ തന്നെ ഇതേപോലെ നമുക്ക് വേഗത്തിൽ ചതച്ചെടുക്കാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞു ടിപ്പും കൂടെ നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത്. നോക്കാം. അടുത്ത ടിപ്പിനായിട്ട് ഇതാ നമ്മൾ ഇപ്പം മഴക്കാലമൊക്കെ ആയത് കൊണ്ടിട്ട് ഈർപ്പുള്ളത് കൊണ്ട് എല്ലായിടത്തും എറുമ്പുണ്ടാവും. അപ്പോൾ എവിടെ നോക്കിയാലും ഉറുമ്പിൻ്റെ ശല്യമായിരിക്കും അല്ലേ. നമ്മൾ കിച്ചണിൽ പാചകങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ വേഗത്തിൽ തന്നെ അവിടെ ഉറുമ്പ് വന്ന് കൂടും. അപ്പോൾ നമുക്ക് ഉറുമ്പിനെ കിച്ചണിൽ നിന്നും തുരത്താൻ വേണ്ടിയിട്ട് ഒരു കോട്ടൻ്റെ തുണി എടുക്കുക. എന്നിട്ട് അതിലോട്ടേക്ക് ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതേപോലെ ഇട്ടതിന് ശേഷം ഒരു കിഴി രൂപത്തിലൊന്ന് കെട്ടിയെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ കിച്ചണിൽ ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കിഴി ഭാഗം ഇതേപോലെ ചെറിയൊരു പിന്നോ ബീഡ്സ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കുത്തി ചെറിയ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് കിച്ചൺ കൗണ്ടർ ടോപ്പിലൊക്കെ ഇതേപോലെ ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ കിച്ചണിൽ പാചകങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവും ചെറിയ തരം ഉറുമ്പുകൾ. അപ്പോൾ നമ്മൾ കിച്ചണൊക്കെ തുടച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു മഞ്ഞൾപ്പൊടിൻ്റെ കിഴി ഇതേപോലെ ഒന്ന് കൊട്ടി കൊടുക്കുക എല്ലാ ഭാഗത്തും കേട്ടോ. ഇങ്ങനെ കൊട്ടി കൊടുക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടീൻ്റെ ഈ ഒരു സ്മെല്ലുള്ളത് കൊണ്ട് ഒരിക്കലും ആ ഒരു ഉറുമ്പോ അല്ലെങ്കിൽ ചെറിയ തരം വണ്ടോ ജീവികളോ പ്രാണികളോ ഒന്നും വരാൻ ചാൻസ് ഇല്ല. അപ്പം നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക. മഞ്ഞൾപ്പൊടീൻ്റെ ഈ ഒരു സ്മെല്ല് ഉറുമ്പിനും പ്രാണികൾക്കൊക്കെ ഭയങ്കര ഒരു അലർജിയുള്ള സ്മെല്ലായതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മുടെ കിച്ചണിലോട്ടേക്ക് വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ള ടിപ്സുകളിൽ ഏത് ടിപ്പാണോ നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുള്ളായി തോന്നുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരു പ്രത്യേക താങ്ക്സ്. അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം. ഇൻഷാ അല്ലാഹ്. താങ്ക് യു.